Hello. Welcome to Market Discussion of the Day. Today, June 5th, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ. സോ ബേസിക്കലി എന്താണ് റീസൺ? നോൺ ഫാം പേറോൾ, NFPയുടെ ഡേറ്റയാണ്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. സോ NFP ഇത് ഈ മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ടൊരു റേഞ്ചിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടുന്ന് ആ റേഞ്ച് വിട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളൊരു ദിവസം കൂടിയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഒരു 5:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നോൺ ഫാം പേറോൾ പ്രസൻസ് ദ നമ്പർ ഓഫ് ജോലി, എത്ര പേർക്ക് പുതുതായിട്ട് ജോലി കിട്ടി എന്നുള്ളൊരു കാര്യമാണിത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അത് ആക്ച്വലി US ഡോളർ സ്ട്രെങ്തൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ വൈകുന്നേരം ഒരു 5:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ എനിവേയ്സ് അത് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ പിന്നീട് എന്താ പറയുക, നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് ഇന്നലെ നമ്മൾ ഈവൻ നമ്മളുടെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് പോലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. നമ്മൾ നോർമലി അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും പ്രോഫിറ്റിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഓവറോൾ എനിക്ക് തോന്നുന്നത് ലോസ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു വോളറ്റാലിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ക്യാൻഡിലൊക്കെ ഒറ്റയടിക്ക് പോയിട്ട് $25, അതായത് 4471 15 വരെ, ഓൾമോസ്റ്റ് 40-45 ഒറ്റ ക്യാൻഡിൽ, ഒറ്റ സിംഗിൾ ക്യാൻഡിലിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലില്ലാത്ത കാര്യമാണ് അല്ലേ. സോ ബേസിക്കലി അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അത് എന്താ പറയുക, ഓയിലിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 5% ഡ്രോപ്പായി എന്നുള്ളൊരു ന്യൂസ് വന്നു. ഓക്കെ, സോ ഓയിലിൻ്റെ പ്രൈസ് 5% എന്താ പറയുക, ഒരു ഫേക്ക് ന്യൂസ് പാനിക്കായിരുന്നു ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോയത്. ഓക്കെ, സോ അങ്ങനെ 5% മുകളിലോട്ട് പോയപ്പോൾ ട്രേഡിംഗ് ബോട്ട്സ് വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ US ഡോളർ വീക്കൻ ആവുന്നു, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് എന്താ പറയുക, ആ ഒരു സമയത്ത് ഗോൾഡിൽ ഒരു മാസീവ് ബൈ നടന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് 4515 മാർക്കറ്റിനെ കൊണ്ടുപോകാനായിട്ടുള്ള റീസൺ. അതിനുശേഷം എന്ത് പറ്റി, മാർക്കറ്റ് താഴോട്ട് പോവുകയുണ്ടായി. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ്? സോ ബേസിക്കലി ഹ്യൂമൻസ് അത് മനസ്സിലാക്കി, എന്താണ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഗ്ലോബൽ ഇൻഫ്ലേഷൻ താഴോട്ട് പോവും, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഗോൾഡ് പിന്നീട് താഴോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു വലിയൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് പോയതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ആക്ച്വലി അതൊരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മൂവ്മെൻറ്റ്, നമുക്ക് ആ ഒരു 2 നമ്മൾ കൊടുത്ത സിഗ്നൽസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത് അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, സോ എനിവേയ്സ് നമുക്കിന്നത് തിരിച്ചു പിടിക്കാം എന്നാണ് പ്രതീക്ഷ. എനിവേയ്സ് സോ ഇങ്ങനത്തുള്ള ഈ ഒരു കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ടെക്നിക്കൽസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനത്തുള്ള ന്യൂസുകൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് പോവാം. USD JPY 159.95 തന്നെ നിൽക്കുന്നു. അവിടെ മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നറിയാതെ JPY കിടന്ന് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, നിങ്ങൾ ലോങ്ങർ ടേമിലോട്ട് JPYയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 160 താഴെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുന്ന് സെൽ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, 160 താഴെയായിട്ട് നിങ്ങൾ ലോങ്ങർ ടേമിലോട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് 161 മുകളിലായിട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ലോങ്ങർ ടേമിലോട്ട് 1:1.5, അതായത് 100 പിപ്പെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 200 പിപ്പോ അല്ലെങ്കിൽ 150 പിപ്പെങ്കിലും TP വെക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ. അല്ല ഷോർട്ടർ ടൈമിലോട്ടാണ് എങ്കിലും നിങ്ങൾക്ക് 160 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് NFP ഡേ ആണ്, നോൺ ഫാം പേറോൾ ഡേ ആണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസ്ക് എടുക്കാം. ഓക്കെ, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ മൺഡേ വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, 160 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ ചിലപ്പോൾ 160 മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് JPY കുറിച്ച് അങ്ങനെ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP പോകാം. 1.3425 നിൽക്കുന്നു. ബേസിക്കലി ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമ്മളുടെ GBP USD കാണിക്കുന്നത്. നമുക്കൊന്നുകൂടെ റീട്രേസ് ചെയ്ത് 1.3450 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.3510 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്. TP നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. മിനിമം ഒരു 1.3350 വരെയൊക്കെ റീച്ച് ആകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി 1.3400 നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബ്രേക്ക് ആയാൽ ഉറപ്പായിട്ടും 1.3550 വരെയൊക്കെ റീച്ച് ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് TP1 നമുക്ക് 1.3410 അവിടെയും TP2 നമുക്ക് 1.3350 അവിടെയും നമുക്ക് രണ്ടായിട്ട് TP എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ യൂറോ 1.1614 നിൽക്കുന്നു. ബേസിക്കലി സെയിം GBP എന്താ പറയുക, ഇവിടെ അതേ സ്വഭാവം കാണിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി 1.1600 അവിടെ സപ്പോർട്ടാണ്. വേണമെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇല്ലാത്ത പക്ഷം നമുക്ക് സെല്ലിലോട്ട് പോകണമെങ്കിൽ 1.1600 ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് നമ്മുടെ യൂറോ USD. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ഗോൾഡിലോട്ട് പോകാം. 4440 നിൽക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഫ്ലോറാണ്. 4440 വേണമെങ്കിൽ ബൈ ചെയ്യാം വേണം എന്നുള്ള ആൾക്കാർക്ക്. ഓക്കെ, ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ മെനഞ്ഞാന്ന് പോയ 4424 അവിടെ നിന്ന് ഒരു $6 താഴെയായിട്ട് 4418. ഓക്കെ, ഓൾമോസ്റ്റ് $22 സ്റ്റോപ്പ് ലോസ് എങ്കിൽ നിങ്ങൾക്ക് 1:1.5 റേഷ്യോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു $35 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെച്ച്, അതായത് ബേസിക്കലി പറഞ്ഞാൽ ഒരു 4470-75 റേഞ്ചിൽ നിങ്ങൾക്ക് TP വെച്ച് പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 4418 വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിലുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സെൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4485 to 4500 എൻ്റെ സെൽ പൊസിഷൻ എന്ന് പറയുന്നത്. 4515 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിലുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനായിട്ട്. എന്ത് വന്നാലും NFPക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. അതെൻ്റെ ഒപ്പീനിയനാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, ലോങ്ങർ ടേമിൽ നോക്കുകയാണെങ്കിൽ 4360 to 4500 ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഗോൾഡിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് റേഞ്ച് വിട്ട് പോയില്ല എങ്കിൽ, നോൺ ഫാം പേറോൾ വരുമ്പോൾ റേഞ്ച് വിട്ട് പോയില്ല എങ്കിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ സിഗ്നൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് സംസാരിക്കാം. ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. എനിവേയ്സ് ഹാപ്പി വീക്കെൻഡ്, എൻജോയ് വിത്ത് യുവർ ഫാമിലി ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.